Hi everyone, once again welcome back to another video on this channel. Learn English through newspaperന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 100 വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട 100 വാർത്തകൾ ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് വൊക്കാബുലറികളെ പരിചയപ്പെടാനുള്ള സമഗ്രമായ ഒരു ഫ്രീ കോഴ്സിൻ്റെ പാർട്ടാണിത്, ഭാഗമാണിത്. ഈ ഒരു സീരീസിലെ 6ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിന് മുന്നത്തെ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതിൻ്റെ കണ്ടൻ്റ് അല്ല, മറിച്ച് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുതിയ വാക്കുകൾ, ശൈലികളൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫേക്ക് ഗോൾഡ്മാൻ ഉദയനിധി മോക്സപ്പ് സിയർ ഓവർ 10 crore ബൗണ്ടി ടു ബിഹെഡ് ഹിം. അപ്പോൾ ഇത്രയും വലിയ വാർത്ത കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതൊക്കെ ഇതിൻ്റെ അനുബന്ധ വാർത്തകൾ, ഇതൊന്നും നമുക്ക് വായിക്കാനുള്ളതല്ല. ഓക്കെ, നമുക്ക് വായിക്കാനുള്ളത് ഇതാ ഇവിടെ തുടങ്ങിയിട്ട് ഈ 1ാമത്തെ കോളം, പിന്നെ 2ാമത്തെ കോളത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ 2, 3 ഇത്രയും ഭാഗം നമുക്ക് വായിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ചെറുതായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, നമുക്കത് സൂം ചെയ്യാം. ഇത്രയാണ് ഈ വാർത്ത. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഇപ്പം നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഫേക്ക് ഗോൾഡ്മാൻ ഉദയനിധി മോക്സ് UP സിയർ ഓവർ 10 crore ബൗണ്ടി ടു ബിഹെഡ് ഹിം. ഇതാണ് വാർത്ത. ആദ്യം നമുക്ക് ഈ ഹെഡ്ലൈൻ എടുത്ത് നോക്കാം. അവിടെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വൊക്കാബുലറികൾ കാണാം. ഫേക്ക് എന്ന് പറഞ്ഞാൽ വ്യാജമായ, അല്ലേ? അതെല്ലാവർക്കും പറയാം. ഫേക്ക് എന്ന് പറഞ്ഞാൽ വ്യാജമായ. ഗോൾഡ്മാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുള്ള മതപുരോഹിതന്മാരെയോ ആധ്യാത്മിക ഗുരുക്കന്മാരെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗോഡ്മാൻ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരു മറക്കരുത്, ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കിയാൽ ഗോഡ്മാൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന് ഗോഡ്മാൻ എന്ന് പറയാം. അല്ലെങ്കിൽ വിശുദ്ധൻ, ഹോളി മാൻ, വിശുദ്ധൻ എന്നും ഈ പറയുന്ന ഗോഡ്മാൻ അർത്ഥമുണ്ട്. അപ്പോൾ ഈ ന്യൂസിൽ നമുക്കറിയാം ഒരു സന്യാസി വര്യനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സന്യാസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയായതുകൊണ്ട് ഇവിടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉദയനിധി മോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കളിയാക്കുക എന്നാണ്. മോക്ക് മീൻസ് കളിയാക്കുക. UP എന്നാണ്, ഉത്തർപ്രദേശ്. UP സിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി എന്ന് പറയില്ല, സന്യാസി ഋഷി എന്നൊക്കെ പറയില്ല. അപ്പം ഋഷി. ഓക്കെ, ഓവർ 10 crore 10 കോടി രൂപ. ബൗണ്ടി മീൻസ് എന്താ? പാരിതോഷികം. ബൗണ്ടി മീൻസ് പാരിതോഷികം എന്ന് പറയുന്ന വാക്കിൻ്റെ, അല്ലേ? നമ്മൾ പാരിതോഷികം എന്ന് പറയുന്ന അർത്ഥത്തിൽ യൂസ് ചെയ്തൊരു വേർഡാണ് ബൗണ്ടി. ടു ബിഹെഡ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ്? തലയറുക്കുക അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യുക. എന്താണ്? ശിരച്ഛേദം ചെയ്യുക, തല അറുക്കുക. ഹിം എന്താ? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. ഫേക്ക് ഗോഡ്മാൻ, വ്യാജനായിട്ടുള്ള ഗുരു, ആധ്യാത്മിക ഗുരു. അയാളെന്താ പറഞ്ഞത്? ഉദയനിധി. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, ന്യൂസ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഉദയനിധി എന്ത് ചെയ്യാണ്? മോക്സ്, കളിയാക്കുകയാണ്. ആരെ കളിയാക്കുന്നത്? ഉദയനിധി മോക്സ് UP സിയർ, ഉത്തർപ്രദേശിലെ ഒരു ഋഷിയെ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഓവർ 10 crore ബൗണ്ടി ടു ബിഹെഡ് ഹിം. ഉദയനിധിമാരനെ തലയിറക്കുകയാണെങ്കിൽ 10 കോടി രൂപ പാരിതോഷികം കൊടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ വാക്ക്, അതുമായി ബന്ധപ്പെട്ട് UP സിയറിനെ, UPയിലെ ഋഷിയെ, UPയിലെ സന്യാസിനെ ഉദയനിധി മോക്സ് കളിയാക്കുന്നു. ഇതാണ് ന്യൂസ്. ഇതിൻ്റെ സബ് ഹെഡിങ് നോക്കിയേ. സെക്യൂരിറ്റി സുരക്ഷ. അപ്പിഡ്. എന്താ അപ്പിഡ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പല അർത്ഥത്തിൽ നമ്മളെ ഒരു പ്രപ്പോസിഷനായിട്ട് മുകളിൽ നിന്ന് പറയുന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്, ഉയർത്തുക എന്നാണ്. ഓക്കെ, അപ്പോൾ അപ്പിഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി. സുരക്ഷ ഉയർത്തി, സുരക്ഷ വർദ്ധിപ്പിച്ചു. റേസ് ചെയ്തു, ഉയർത്തുക, വർദ്ധിപ്പിക്കുക. ഓക്കെ, റേസ്, വർദ്ധിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അപ്പിഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു. എറൗണ്ട് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും. ബട്ട് മന്ത്രി സേസ്, പക്ഷെ മന്ത്രി എന്താ പറയുന്നത്? ഡോണ്ട് നീഡ് ഇറ്റ്, അതിൻ്റെ ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഈ വാർത്തയുടെ ഉൾഭാഗത്തേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡ്,
around house, but മന്ത്രി says don't need it. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തു. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ മധുരയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസ് ഇന്ത്യയുടെ ന്യൂസാണ്. തമിഴ്നാട് സ്പോർട്സ് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. ഓക്കെ, തള്ളിക്കളഞ്ഞു. എന്ത് തള്ളിക്കളഞ്ഞു? ഓൺ ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ് തള്ളിക്കളഞ്ഞത്. എന്ത്? ദ അനൗൺസ്മെൻറ്റ് മീൻസ് പ്രഖ്യാപനം ഓഫ് എ ബൗണ്ടി. എന്ത് പ്രഖ്യാപനം? പാരിതോഷികത്തിൻ്റെ പ്രഖ്യാപനം. എന്തിനു വേണ്ടിയുള്ള പാരിതോഷികം? ഓൺ ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക്. ആരിനാലാണ്? ബയാൻ അയോധ്യയിലെ സിയർ. ആരാ സിയർ എന്ന് പറഞ്ഞാൽ? നേരത്തെ ഞാൻ പറഞ്ഞു, ഋഷി. ബൈ കോളിംഗ് ഹിം ഫേക്ക്. എങ്ങനെ അദ്ദേഹം കളഞ്ഞത്? അദ്ദേഹം കളിയാക്കിക്കൊണ്ടാണ് നേരത്തെ പറഞ്ഞു. അതായത് ഫേക്ക് ഗോഡ് മാൻ, വ്യാജനായിട്ടുള്ള ആ ഗുരു, ആധ്യാത്മിക ഗുരു. ഓൾദോ പോലീസ് പ്രൊട്ടക്ഷൻ വാസ് ബീഫ്ഡ് അപ്പ്. കൂടാതെ പോലീസ് പ്രൊട്ടക്ഷൻ ബീഫപ്പ് ചെയ്തു. ബീഫപ്പ് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുക എന്നാണ്. ബീഫ് ദ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തി. അപ്പോൾ ബീഫ്ഡ് അപ്പ്. എന്താ ബീഫ്ഡ് അപ്പ് ചെയ്തത്? പ്രൊട്ടക്ഷൻ, സംരക്ഷണം, മന്ത്രിക്ക് വേണ്ടിയുള്ള സംരക്ഷണം ശക്തിപ്പെടുത്തി. ഫോർ ഹിസ് ചെന്നൈ റെസിഡൻസ്, അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള വീട്ടിൽ. ഫോളോയിങ് എ റേജിങ് റോ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്തിനെ തുടർന്ന്? ഫോളോയിങ് മീൻസ് തുടർന്ന്. എന്തിനെ തുടർന്ന്? റേജിങ് റോയിനെ തുടർന്ന്. റേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ രീതിയിൽ ഇങ്ങനെ അലയടിച്ച് വരുന്ന റേജിങ്, വളരെ രൂക്ഷമായ എന്നൊക്കെയാണ്. റേജ് മീൻസ് രൂക്ഷമായിട്ടുള്ള, കോപാകുലമായ എന്നൊക്കെയാണ്. അപ്പോൾ റേജിങ് എന്ന് പറഞ്ഞാൽ രൂക്ഷമായ, വലിയ രീതിയിലുള്ള. റോ എന്ന് പറഞ്ഞാൽ വിവാദം അല്ലെങ്കിൽ കോലാഹലം, വിവാദം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ റേജിങ് റോ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കോലാഹലം. ഓവർ ഹിസ് റീസെൻറ്റ് റിമാർക്സ്. എന്തുമായി ബന്ധപ്പെട്ട? അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള റിമാർക്ക്, അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള അഭിപ്രായം. ഓക്കെ, എബൌട്ട് ഇറാഡിക്കേറ്റിംഗ്. എന്തുമായി ബന്ധപ്പെട്ട്? ഇറാഡിക്കേറ്റിംഗ് സനാതനധർമ്മ. ഈ സനാതനധർമ്മ എന്ന് പറയുന്ന ആശയത്തെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഉന്മൂലനം ചെയ്യുക എന്നാണ് ഇറാഡിക്കേറ്റിംഗ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉന്മൂലനം ചെയ്യുക. ഇറാഡിക്കേറ്റ് മീൻസ് ഉന്മൂലനം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇറാഡിക്കേറ്റിംഗ് സനാതനധർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയോഗം, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കോലാഹലം. എങ്ങനത്തെ കോലാഹലം? റേജിങ് റോയാണ്. റേജിങ് കോലാഹലം. ദാറ്റ് മീൻസ് വലിയ രീതിയിലുള്ള രൂക്ഷമായ കോലാഹലം. ഓക്കെ, അപ്പോൾ അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള വസതിക്ക്, റെസിഡൻസ് മീൻസ് വസതി, ചെന്നൈ റെസിഡൻസ്, ചെന്നൈയിലെ വസതി. റെസിഡൻസ് മീൻസ് വസതി. ആ വസതിയിൽ സുരക്ഷ, പ്രൊട്ടക്ഷൻ, സംരക്ഷണം ബീഫപ്പ് ചെയ്തത്, ശക്തിപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. യെസ്, മുമ്പോട്ട് പോവുകയാണെങ്കിൽ സ്പീക്കിംഗ് അറ്റ് DMK യൂത്ത് വിങ് മീറ്റിംഗ് ഇൻ തെങ്കാശിയിൽ DMKയുടെ യൂത്ത് വിങ്ങിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മൂവി ടേൺഡ് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സിനിമയിൽ നിന്ന് വന്നിട്ട് രാഷ്ട്രീയക്കാരനായ വ്യക്തി. ഉദാഹരണം, ജയലളിത ഒരു മൂവി ടേൺ പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ കരുണാനിധി ആണെങ്കിലും, തമിഴ്നാട്ടിലെ MGR ആണെങ്കിലും ഒക്കെ മൂവി ടേൺഡ്, അഥവാ സ്റ്റാർ ടേൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ്ഡ് കോൺഫിഡൻസ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫേർഡ് ബൈ ദ പാർട്ടി യൂത്ത് വിങ്. ഐ വോണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? ഐ വോണ്ട് ബി നീഡിങ്. നീഡ് എന്ന് പറയുന്നൊരു വെർബായതുകൊണ്ട് അതിൻ്റെ കൂടെ ING കൂട്ടിയിട്ട് ഐ വോണ്ട് ബി നീഡിങ്. ഇവിടെ ബി വരുമ്പോൾ വെർബിൻ്റെ കൂടെ ING വേണം. അതുകൊണ്ടാണ് ഐ വോണ്ട് ബി നീഡിങ്. ഇപ്പോൾ ഐ വിൽ ബി കമ്മിങ് എന്നൊക്കെ പറയില്ലേ? ഐ വിൽ ബി കമ്മിങ്, ഐ വിൽ ബി ടീച്ചിങ്, ഐ വിൽ ബി ഡിസ്കസിങ് ദ പോയിന്റ് ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഐ വിൽ ബി ഡിസ്കസിങ് അങ്ങനെ പറയില്ല. അതുപോലെ ഐ വോണ്ട് ബി നീഡിങ്. എനിക്ക് ആവശ്യമായേക്കില്ല. അല്ല ആവശ്യമായി വരില്ല, ആവശ്യമില്ല. സെക്യൂരിറ്റി ആവശ്യമില്ല. when I have the youth wing cadre of DMK, ഞാൻ DMK എന്ന് പറയുന്ന പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ ഒരു കേഡർ, അതായത് ഒരു അംഗമാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഐ വോണ്ട് ബി നീഡിങ്, എനിക്ക്
സെക്യൂരിറ്റി ആവശ്യമില്ല. ആര് പറഞ്ഞു? ഉദയനിധി സെറ്റ്. ദ മിനിസ്റ്റർ വാസ് റിയാക്ടിങ് ടു ദ ബൗണ്ടി. ഈ ബൗണ്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റിയാക്ട് ചെയ്യുകയായിരുന്നു. ഏത് ബൗണ്ടി? ഓഫേർഡ് ബൈ ദ ഹെഡ് പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ മതപുരോഹിതൻ. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് സന്യാസി. ഓക്കെ, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛനായിട്ട് വരുന്ന ആൾ. ഓക്കെ, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മതപുരോഹിതന്മാരായിട്ടുള്ള ഉസ്താദുമാരോ തങ്ങൾമാരോ അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ പ്രീസ്റ്റ് മീൻസ് മതവുമായി ബന്ധപ്പെട്ട മതപുരോഹിതന്മാരാണ്. അപ്പോൾ പ്രീസ്റ്റ് ഓഫ് അയോധ്യാസ്. ഏത്? പ്രീസ്റ്റ് ഓഫ് അയോധ്യാസ് തപസ്വി ചൗനി ടെമ്പിളിലെ പ്രീസ്റ്റ് ആണ് അദ്ദേഹം. മഹന്ത് പരമഹാൻസ് ദാസ് ഇത് അദ്ദേഹത്തിൻ്റെ പേരാണ്. ഹു ഹാഡ് ഓഫേർഡ്, അദ്ദേഹം ഓഫർ ചെയ്തു എ ക്യാഷ് റിവാർഡ് ഓഫ് 10 crore, 10 കോടിയുടെ ക്യാഷ് റിവാർഡ്. റിവാർഡ് മീൻസ് പ്രതിഫലമാണ് അദ്ദേഹം ഓഫർ ചെയ്തത്. ഫോർ എനിവൺ ഹു വുഡ് ബിഹെഡ് ഉദയനിധി സ്റ്റാലിൻ്റെ തലയിറക്കുന്ന, ബിഹെഡ് ചെയ്യുന്ന ആരായാലും അയാൾക്ക് 10 കോടി രൂപ. ഹിസ് ആൻറ്റി സനാതൻ ധർമ്മ റിമാർക്ക്, അദ്ദേഹത്തിൻ്റെ ആൻറ്റി സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിമാർക്ക്, പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലയിറക്കുന്ന ആർക്കും 10 കോടി രൂപയുടെ ഇനാം അല്ലെങ്കിൽ റിവാർഡ്, ഓക്കെ, പ്രതിഫലം അദ്ദേഹം ഓഫർ ചെയ്തു. അപ്പോൾ റെസ്പോണ്ടിങ് ടു BJP's അക്യൂസേഷൻ, BJPയുടെ അക്യൂസേഷൻ, ദാറ്റ് മീൻസ് ആരോപണം. ഓക്കെ, എന്താണ്? ദാറ്റ് ഹി ഹാഡ് കോൾഡ് ഫോർ എ ജീനോസൈഡ്. അപ്പോൾ BJP ആരോപിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് ജീനോസൈഡ് ഹിന്ദുസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ജീനോസൈഡ് എന്ന് മീൻസ് എന്താണ്? നരഹത്യയാണ്, അല്ലെങ്കിൽ വംശഹത്യ, കൂട്ടക്കൊല. അപ്പോൾ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല എന്നാണ് ഉദയനിധി പറഞ്ഞത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം, ജീനോസൈഡ് ഓഫ് ഹിന്ദുസ് എന്ന പരാമർശമാണ് ഉദയനിധി നടത്തിയിരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? BJP. അപ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഉദയനിധി സൂചിപ്പിച്ചു, പോയിന്റഡ് ഔട്ട്, ചൂണ്ടിക്കാണിച്ചു, ദാറ്റ് സനാതൻ അബോളിഷൻ കോൺഫറൻസ് ഹാഡ് റീസെൻ്റ്ലി ബി പ്ലാൻഡ് ഇൻ ചെന്നൈയിൽ അടുത്ത കാലത്തായിട്ട് പ്ലാൻ ചെയ്തത് എന്താണ്? സനാതൻ അബോളിഷൻ കോൺഫറൻസസ്. അബോളിഷൻ മീൻസ് നിർത്തലാക്കൽ, ഇല്ലാതാക്കൽ, ഓക്കെ, നിർത്തലാക്കൽ, ഓക്കെ, അല്ലെങ്കിൽ ഇല്ലാതാക്കൽ. കോൺഫറൻസ് ഹാഡ് ബീൻ റീസെൻ്റ്ലി പ്ലാൻഡ് ഇൻ ചെന്നൈ, ബട്ട് ദാറ്റ് ഡിഡിൻറ്റ് ഇംപ്ലൈ. പക്ഷേ അത് സൂചിപ്പിക്കുന്നത്, ഇംപ്ലൈ മീൻസ് സൂചിപ്പിക്കുക, ഓക്കെ, സൂചിപ്പിക്കുക അല്ലെങ്കിൽ ധ്വനിപ്പിക്കുക. അത് ധ്വനിപ്പിക്കുന്നത് ഇംപ്ലൈ എ പ്ലാൻ ഫോർ ജീനോസൈഡ് എനിമോർ എന്ന് പറഞ്ഞാൽ അല്ല, ജീനോസൈഡ് അല്ല. അതായത് അദ്ദേഹം പറയുന്നത് സനാതൻ അബോളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ജീനോസൈഡ് അല്ല, വംശഹത്യ അല്ല, അത് കൊലപാതകമല്ല. ദാൻ എ ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ. ഓക്കെ, ഇദ്ദേഹം പറയുന്ന സംഗതി ഇത്രയാണ്. ബട്ട് ദാറ്റ് ഡിഡിൻറ്റ് ഇംപ്ലൈ എ പ്ലാൻ ഫോർ ജീനോസൈഡ് എനിമോർ ദാൻ എ ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ. അതായത് ദ്രാവിഡന്മാരുടെ ഉന്മൂലനം പോലെ ഒരിക്കലും എന്തല്ല, ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ മീൻസ് ഉന്മൂലനമാണ്. ഇത് ഒരിക്കലും ഒരു ജീനോസൈഡ് അല്ല. അങ്ങനെ പറയാനുള്ളത് കൊട്ടേഷനിൽ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കോൺഫറൻസ് സജസ്റ്റഡ്, അതായത് ദ്രവീഡിയൻ കോൺഫറൻസ് സജസ്റ്റ് ചെയ്തതുപോലെ. ഈ ദ്രവീഡിയൻ കോൺഫറൻസ് അപ്പോൾ ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ കോൺഫറൻസ് സ്വാഭാവികമായിട്ടും BJP നടത്തിയതായിരിക്കും. ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ കോൺഫറൻസ്. അപ്പോൾ ഹാം ടു DMK മെമ്പേഴ്സ്. അപ്പോൾ ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ കോൺഫറൻസ് സജസ്റ്റഡ് ഹാം ടു DMK മെമ്പേഴ്സ്. അത് DMK മെമ്പേഴ്സിന് ഹാംഫുൾ ആണ്. പക്ഷെ അതുപോലെ മറ്റേതെന്തല്ല, ഇദ്ദേഹം പറഞ്ഞ ഈ സനാതന അബോളിഷൻ എന്ന് പറയുന്നത് എന്തല്ല, ജീനോസൈഡ് അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഹിസ് ട്രസ്റ്റ്, അദ്ദേഹം ഊന്നൽ കൊടുത്തു, ദാറ്റ് ദ ടേം ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡിൻറ്റ് ഇക്വേറ്റ്, അത് സമമല്ല. എന്തിന് സമം? ഇക്വാറ്റിന് സമമാക്കുക. ഓക്കെ, ജീനോസൈഡിന് സമമല്ല. ഓക്കെ, മച്ച് ലൈക്ക് പോവേർട്ടി ഇറാഡിക്കേഷൻ. അപ്പോൾ ഹി സ്ട്രെസ്ഡ്, അദ്ദേഹം ഊന്നൽ കൊടുത്തു, ദാറ്റ് ദ ടേം ഇറാഡിക്കേഷൻ ഡിഡിൻറ്റ് ഇക്വേറ്റ് ടു ജീനോസൈഡ് മച്ച് ലൈക്ക് പോവേർട്ടി ഇറാഡിക്കേഷൻ. അതായത് ഈ ജീനോസൈഡ് എന്ന് പറയുന്നത് കൊലപാതകമാണ്.
പക്ഷേ പൊവേർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഡിഡിൻ മീൻ എലിമിനേറ്റിംഗ് സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് പൊവേർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യലല്ല, ഉന്മൂലനം ചെയ്യലല്ല. ആണോ? അല്ല, മറിച്ച് ദാരിദ്ര്യം ഇറാഡിക്കേറ്റ് ചെയ്യലാണ്, ഉന്മൂലനം ചെയ്യലാണ്. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരിക്കലും അതിനെ ജീനോസൈഡുമായിട്ട് സമപ്പെടുത്താൻ പാടില്ല. ഹി ക്ലെയിംഡ് ദാറ്റ് BJP ഗവൺമെൻറ്, ഞാൻ വായിച്ചത് ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, ചിലപ്പോൾ അവിടെ സംശയം ഉണ്ടാവും. ഒരിക്കൽ കൂടി വായിക്കാം. റെസ്പോണ്ടിങ് ടു BJP's accusations that he had called for a genocide Hindus, Udayanidhi pointed out that a Sanathan abolition conference had recently been planned in Chennai, but that didn't imply a plan for genocide anymore than a Dravidian eradication conference suggested ham to DMK members. അതായത് ഇദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞത് ജീനോസൈഡ് ഓഫ് ഹിന്ദുസ് എന്നാണ്. അതായത് ഉദയനിധി മാരൻ പറഞ്ഞിരിക്കുന്ന ഹിന്ദുക്കളെ കൊഴുതി കൊടുക്കുക, വംശഹത്യ നടത്തുക എന്നുള്ളതാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത് എന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, സനാതൻ അബോളിഷൻ എന്ന് പറയുന്നത് ഈ BJP നടത്തിയിട്ടുള്ള ദ്രവീഡിയൻ ഇറാഡിക്കേഷൻ പോലെയുള്ള ഒരു സംഗതി അല്ല. ജീനോസൈഡ് എന്നല്ല അദ്ദേഹം പറഞ്ഞത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതൊരിക്കലും ജീനോസൈഡ് അല്ല. ജീനോസൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഇറാഡിക്കേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യരുത്, സമപ്പെടുത്താൻ പാടില്ല. പൊവേർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ അതിൽ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എലിമിനേറ്റിംഗ് അല്ല, ആളുകളെ ഇല്ലാതെയാക്കലല്ല, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇല്ലാതാക്കലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ക്ലെയിംഡ് ദാറ്റ്, അദ്ദേഹം പറഞ്ഞു, ദ BJP ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ ഹാസ് ബീൻ അൺസെറ്റിൽഡ്. കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് അൺസെറ്റിൽഡ് ആണ്. അൺസെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വസ്ഥരാണ്, അസ്വസ്ഥർ. ഓക്കെ, അസ്വസ്ഥർ. ബൈ ദ ഓപ്പോസിഷൻ ഇന്ത്യ അലയൻസ്, അതായത് പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ അലയൻസ്. ആ ഇന്ത്യ അലയൻസ് ഗെയിനിങ്, നേടുന്നു, സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട് നേടുകയാണ്. ഓക്കെ, അതിൽ ഈ പറയുന്ന സെൻട്രലിലെ BJP ഗവൺമെൻറ് എന്താണെന്നാണ് പറയുന്നത്? ഹി ക്ലെയിംഡ്, അദ്ദേഹം അവകാശപ്പെടുന്നത് അത് BJP ഗവൺമെൻറ് സെൻറ്റർ ഹാസ് ബീൻ അൺസെറ്റിൽഡ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ അൺസെറ്റിൽഡ് ആണ്. അൺസെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥരാണ്. ഓക്കെ, ഈ ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ പുതിയ അലയൻസ്, കൂട്ടായ്മ കൂടുതൽ സപ്പോർട്ട് നേടിയെടുക്കുന്നത് കൊണ്ട്, ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് പ്ലാനിങ് ടു റീനെയിം, അതിൻ്റെ ഭാഗമായാണ് റീനെയിം ദ കൺട്രിയാസ്, രാജ്യത്തിൻ്റെ പേര് ഭാരത് എന്നാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ എന്ന പ്രതിപക്ഷം രൂപപ്പെടുത്തിയെടുത്തുള്ള ഒരു അലയൻസ്, ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അൺസെറ്റിൽഡ് ആവുകയും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പേര് തന്നെ ഭാരത് എന്നാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ക്രിട്ടിസൈസ്ഡ്, അദ്ദേഹം വിമർശിച്ചു BJP ഫോർ ഫെയിലിംഗ് ഫുൾഫിൽ ഇറ്റ്സ് പ്രോമിസസ്. BJP അതിൻ്റെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. സച്ചാസ് ബ്രിങ്ങിങ് ബാക്ക് ബ്ലാക്ക് മണി, അതായത് ബ്ലാക്ക് മണി തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രോമിസിൽ, ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നും, ആൻഡ് ദെയർ ഡിമോണിറ്റൈസേഷൻ, അതുപോലെ നോട്ട് നിരോധനം. ഡിമോണിറ്റൈസേഷൻ മീൻസ് നോട്ട് നിരോധനം, എക്സസൈസ്, അവരുടെ നോട്ട് നിരോധനം അല്ലെങ്കിൽ നാണയ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള എക്സസൈസ് പ്രവർത്തനം എപ്പോൾ 2016 വാസ് എ കൊളോസൽ ഫെയിലിയർ. എന്ത് കൊളോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ, വളരെ വലിയ, കൊളോസൽ വളരെ വലിയ ഫെയിലിയർ, പരാജയം. കൊളോസൽ മീൻസ് വളരെ വലിയ ഒരു പരാജയമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദയനിധി മെൻഷൻഡ്, സൂചിപ്പിച്ചു, ദ കോൺട്രവേഴ്ഷ്യൽ അലോക്കേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് എയർപോർട്ട് ടു ബിസിനസ്മാൻ ഗൗതം അദാനി. അതുപോലെ ഉദയനിധി മെൻഷൻഡ്, സൂചിപ്പിച്ചത് കോൺട്രവേഴ്ഷ്യൽ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ പകുത്തു കൊടുക്കൽ, സ്ഥലം പകുത്തു കൊടുക്കൽ ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടി, ഗവൺമെൻറ്റിൻ്റെ സ്വത്തുക്കളെല്ലാം ഈ പറയുന്ന ആർക്കാ, എയർപോർട്ടുകൾ, അതുപോലെ ഇതൊക്കെ ബിസിനസ്മാനായിട്ട് ഗൗതം അദാനിക്ക് വീതിച്ചു കൊടുക്കുന്നത്, പങ്കുവെച്ചു കൊടുക്കുന്നത് അദ്ദേഹം വിമർശിച്ചു. ഹി ക്രിട്ടിസൈസ്ഡ്, അദ്ദേഹം വിമർശിച്ചു എന്ത്? ദ ഡിസ്ക്വാളിഫിക്കേഷൻ, അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോഗ്യമാക്കൽ, അല്ലേ? അയോഗ്യത. ആർക്ക് അയോഗ്യത?
അതായത് രാഹുൽ ഗാന്ധി, ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കൽപ്പിക്കൽ അല്ലെങ്കിൽ അസാധുവാക്കൽ, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അസാധുവാക്കൽ, സേ ഹി വാസ് ഡിസ്ക്വാളിഫൈഡ് ബിക്കോസ് ഹി റേസ്ഡ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. നമുക്കറിയാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചർച്ചയായിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ പൊതുസ്ഥാപനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആർക്ക് കിട്ടിയിട്ടുള്ളത്? രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ കിട്ടിയിട്ടുള്ളത്, ഇൻ പാർലമെൻറ്റ്. ഉദയനിധി സൂചിപ്പിച്ചു ദ CAG റിപ്പോർട്ട് ദാറ്റ് എക്സ്പോസ്ഡ് അലീജഡ് സ്കാംസ്. അവർ CAG റിപ്പോർട്ട് പുറപ്പെടുവിച്ചത്, എക്സ്പോസ്ഡ് വെളിപ്പെടുത്തിയത്, അലീജഡ് എന്താരോപിച്ചുകൊണ്ട്? സ്കാംസ് ഓഫ് BJP ഗവൺമെൻറ്. സ്കാംസ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകൾ അല്ലെങ്കിൽ അഴിമതികൾ. ഓക്കെ, BJP ഗവൺമെൻറ് ഇൻക്ലൂഡിങ് ദ വേവർ ഓഫ് Rs 16 lakh, 16 ലക്ഷം രൂപ വേവ് ചെയ്തു. വേവ് മീൻസ് എഴുതി തള്ളി. 16 lakh crore ഓഫ് ബാങ്ക് ലോൺസ്, 16 ലക്ഷം കോടി രൂപ ഇവിടെ ബാങ്ക് ലോൺ ടു കോർപ്പറേറ്റ് കമ്പനീസ് ആൻഡ് ദ സൈലൻസ് ഓഫ് മോഡി ഓൺ മണിപ്പൂർ സ്ട്രൈഫ്. അതായത് 16 ലക്ഷം കോർപ്പറേറ്റുകളുടെ 16 ലക്ഷം കോടി ലോൺ എഴുതി തള്ളുകയും തള്ളി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ, CAGയിലെ ആരോപണങ്ങൾ ആരാണ്? ഉദയനിധി സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മോദി ഓൺ ദ മണിപ്പൂർ സ്ട്രൈഫിൾ. എന്താ ഈ സ്ട്രൈഫിൾ എന്ന് പറഞ്ഞാൽ കലഹം അല്ലെങ്കിൽ ഷണ്ട. ഓക്കെ, കൂടാതെ തന്നെ വിവാദം എന്നർത്ഥമുണ്ട്. വിവാദം, പോരാട്ടം എന്നർത്ഥമുണ്ട്. ഇതെപ്പോഴും ഷണ്ട എന്ന അർത്ഥത്തിൽ പത്രത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഈ സ്ട്രൈഫിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഈ വാർത്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വാർത്തകൾ സാധാരണ പത്രങ്ങളിൽ കണ്ടുവരാറുള്ളത്. ഈ വാർത്തയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില വൊക്കാബുലറികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഒന്ന്, ഗോഡ്മാൻ, ആധ്യാത്മിക ഗുരു, വിശുദ്ധൻ. മോക്ക്, കളിയാക്കുക, പരിഹസിക്കുക. സിയർ, ഋഷി, ദാർശനികൻ. ബൗണ്ടി, പാരിതോഷികം. ബിഹിഡ്, ശിരച്ഛേദം ചെയ്യുക. അപ്പിഡ്, വർദ്ധിപ്പിച്ചു. അപ്പ് മീൻസ് ഇൻക്രീസ് എന്നാണ്. അപ്പിഡ് വർദ്ധിപ്പിച്ചു, ഇൻക്രീസ്ഡ്. ഡിസ്മിസ്, തള്ളിക്കളയുക. ബീഫപ്പ്, ശക്തിപ്പെടുത്തുക. റേജിംഗ് ഡോ, വലിയ രീതിയിലുള്ള കോലാഹലം. ഇറാഡിക്കേറ്റ്, ഉന്മൂലനം ചെയ്യുക. കോൾ ഫോർ, ആവശ്യപ്പെടുക. ദാറ്റ് മീൻസ് ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ്, കോൾ ഫോർ, ആവശ്യപ്പെടുക, ഓൾറെഡി പറഞ്ഞു. ജീനോസൈഡ്, കൂട്ടക്കൊല, വംശഹത്യ. എബോളിഷൻ, ഇല്ലാതാക്കുക. ഇംപ്ലൈ, സൂചിപ്പിക്കുക, ധ്വനിപ്പിക്കുക. ഇക്വേറ്റ്, സമമാക്കുക. അൺസെറ്റിൽ, അസ്വസ്ഥമാക്കുക. ഡെമോണിറ്റൈസേഷൻ, നോട്ട് അല്ലെങ്കിൽ നാണയ നിരോധനം. ഡിസ്ക്വാളിഫിക്കേഷൻ, അയോഗ്യത. സ്ട്രൈഫ്, ഷണ്ട, വിവാദം അല്ലെങ്കിൽ പോരാട്ടം. ഇവിടെ കൊളോസൽ മിസ്സിംഗ് ഉണ്ട്, അത് നിങ്ങൾ കൊളോസൽ ഒന്ന് ആഡ് ചെയ്യണം. വലിയ, വളരെ വലിയ കേട്ടോ, കൊളോസൽ വളരെ വലിയ. അതുപോലെ വേവ് മീൻസ് എഴുതി തള്ളുക. ഓക്കെ, എഴുതി തള്ളുക. പലിശയൊക്കെ വേവ് ചെയ്യുക അല്ല, എഴുതി തള്ളുക. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വൃത്തിയിൽ പഠിക്കാം. ഇനി മറ്റൊരു ന്യൂസുമായിട്ട് വീണ്ടും കാണാം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പത്രങ്ങളിൽ ഉള്ള വാർത്തകളിൽ ഒരിക്കലും അതിൻ്റെ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വൊക്കാബുലറികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു തരത്തിലുള്ള ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂസുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളിലോ നമ്മൾ ചെയ്യില്ല. നമ്മൾ ആ ഒരു അർത്ഥത്തിലല്ല വാർത്തകളെ കാണുന്നത്. വ്യത്യസ്ത അഭിപ്രായമുള്ള, വ്യത്യസ്ത രാഷ്ട്രീയമുള്ള, വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളായിരിക്കാം നിങ്ങൾ പലരും. അപ്പോൾ ആ രൂപത്തിൽ വാർത്തകളെ കാണരുത്. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നൊരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിശ്വാസി